സെക്സ് എന്നുള്ളത് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ? അതുപോലെ തന്നെ കോൺട്രാസെപ്ഷൻ എന്നുള്ളത് ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറും ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്ന സമയത്ത് അയാൾ നിങ്ങളോട് പറയാണ്, എനിക്ക് കോണ്ടം ഇഷ്ടമല്ല, എനിക്ക് കോണ്ടം യൂസ് ചെയ്യാനായിട്ട് കംഫർട്ടബിൾ അല്ല, നീ ഒരു ഐപ്പിൽ കഴിച്ചാൽ മാനേജ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇതൊരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റി അല്ല. 100% ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ആ ഫീമെയിൽ പാർട്ട്ണർക്കായിരിക്കും. 100% അതിന്റെ കോൺസിക്വൻസ് അനുഭവിക്കേണ്ടി വരുന്നതും ആ ഫീമെയിൽ പാർട്ട്ണറാണ്. ഇത് മെയിൽ പാർട്ട്ണറിന്റെ ഒരു സെൽഫ് സെന്റേർഡ് ട്രൈറ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഡിഫറെന്റ് സിറ്റുവേഷൻസിലുള്ള അവരുടെ ബിഹേവിയർ നോക്കുമ്പോൾ അയാൾ സെൽഫ് സെന്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണാറുണ്ട്. അപ്പൊ അവര് ചെയ്യുന്ന പ്രവൃത്തിയുടെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ല. അതുപോലെ തന്നെ ഫീമെയിൽ പാർട്ട്ണറിന് ഇതുകൊണ്ട് ഉണ്ടാവുന്ന കോൺസിക്വൻസ് എന്താണെന്നുള്ളതിനെ പറ്റി അവർ കൺസേൺഡേ അല്ല. ഈ സാഹചര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടും വ്യക്തമായിട്ടും നിങ്ങളുടെ ബൗണ്ടറീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കോണ്ടം ഇല്ലാതെ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ ഞാൻ തയ്യാറല്ല, എനിക്കത് ബുദ്ധിമുട്ടാണ് എന്ന് കൃത്യമായി അവരോട് പറയാം. നിങ്ങളുടെ ബൗണ്ടറീസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ പാർട്ട്ണർ അത് റെസ്പെക്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ലെങ്കിൽ ഇതൊരു റെഡ് ഫ്ലാഗ് സൈൻ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ പറ്റി റീതിങ്ക് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റിന്റെ ഹെൽപ്പ് എടുക്കാവുന്നതാണ്.